ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ദേവ്സ് 111-ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഒരു സിമ്പിൾ വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് ഇന്ന് നിങ്ങളുടെ അറിവിലേക്കായി കൊണ്ടുവന്നിട്ടുള്ളത്. വാട്ടർ എന്നത് മോസ്റ്റ് പവർഫുൾ മാനിഫെസ്റ്റേഷൻ ടൂൾസിൽ ഒന്നായിട്ടാണ് അറിയപ്പെടുന്നത് അല്ലേ? വെള്ളത്തിനൊരു മെമ്മറി ഉണ്ട്. നമ്മളുടെ ചിന്തകളെയും നമ്മളുടെ ഇമോഷൻ്റെയും ഒക്കെ തരംഗങ്ങളെ ആഗിരണം ചെയ്യാനുള്ള പവർ വെള്ളത്തിനുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒരു ബെസ്റ്റ് എനർജി കാരിയർ കൂടിയാണ് വാട്ടർ. അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു 2 കപ്പ് വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതെന്ത് തന്നെയായാലും അതിനെ ഏറ്റവും വേഗത്തിൽ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവ് ഉണ്ട്. ഉറങ്ങുന്നതിന് മുമ്പുള്ള ടൈം, അല്ലെങ്കിൽ നിങ്ങൾ അതിരാവിലെ എണീക്കുന്ന ആളാണെങ്കിൽ ആ ഒരു ടൈം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഏതാണോ നിങ്ങളുടെ ഡിസയർ, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതാദ്യമേ തിരഞ്ഞെടുക്കുക. അതിൽ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ നമുക്കുണ്ടായിരിക്കണം. അതിനുശേഷം ആദ്യമായി 2 ഗ്ലാസ് എടുക്കുക. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നമ്മുടെ ചില്ല് ഗ്ലാസ്സുകളാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. കോപ്പർ ഗ്ലാസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, എങ്കിലും ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നമ്മളുടെ ഗ്ലാസ്സുകളാണ്. അതിലൊരു ഗ്ലാസ്സിൽ നമുക്ക് കുടിക്കാൻ പറ്റുന്ന അളവിൽ വെള്ളം എടുക്കുക. ശുദ്ധമായിട്ടുള്ളത്, വളരെ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ആയിരിക്കണം എടുക്കേണ്ടത്. അതുപോലെ നമ്മളുടെ കറണ്ട് റിയാലിറ്റി എന്താണ്, ഇപ്പോഴത്തെ നമ്മളുടെ അവസ്ഥ, അത് നമ്മളുടെ വെള്ളം ഉള്ള ഗ്ലാസ്സിൽ ലേബൽ ചെയ്യുക. നമ്മളുടെ കറണ്ട് റിയാലിറ്റി അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ആ വെള്ളമുള്ള ഗ്ലാസ്സിൽ ലേബൽ ചെയ്ത് വെക്കുക. എന്നിട്ട് എന്താണോ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് നമ്മളതിൽ എഴുതി വെക്കുക. ഇപ്പോൾ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റിക്കി നോട്ട്സ് എടുത്ത് അതിൽ ഒട്ടിച്ച് വെച്ചിട്ട് എഴുതുക. അതല്ലെങ്കിൽ ചെറിയ പേപ്പർ കഷ്ണങ്ങൾ എടുത്തിട്ട് എഴുതി അതിൽ ഒട്ടിച്ച് വെച്ചാലും മതി. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ, നിങ്ങൾ ഫിനാൻഷ്യലി സ്ട്രെസ്ഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആണെന്നുണ്ടെങ്കിൽ അത് അതിൽ എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാലറി ഇൻക്രിമെൻ്റ് ആണ് നിങ്ങൾ ഡിസയർ ചെയ്യുന്നതെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ സാലറി എന്താണോ അത് എഴുതുക. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യപരമായി നിങ്ങൾക്ക് മോശം അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് അൺഹെൽത്തി എന്നോ അനാരോഗ്യമെന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതി വയ്ക്കുക. ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ബോട്ടിൽ. അതാണ് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഇനി അടുത്ത ഗ്ലാസ്സിൽ ഡിസൈർഡ് റിയാലിറ്റി അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ജീവിതം എന്ന് ലേബൽ ചെയ്ത് ഇതുപോലെ തന്നെ ഒട്ടിച്ചു വയ്ക്കുക. നമ്മൾ ആഗ്രഹിക്കുന്ന റിയൽ ലൈഫായിട്ട് അതിനെ സങ്കല്പിക്കുക. എന്താണോ നിങ്ങളുടെ ഡിസൈർഡ് ലൈഫ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം അത് അതിൽ ലേബൽ ചെയ്യുക. അതായത് നിങ്ങൾ സാലറി ഇൻക്രിമെൻ്റ് ആണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സാലറി എത്ര തുകയാണോ ആ തുക അതിൽ എഴുതി വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡം ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ അതിൽ എഴുതി വെക്കാം. അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്തി ബോഡി എന്ന് എഴുതി വെക്കാം. അല്ലെങ്കിൽ സമൃദ്ധി, അബണ്ടൻസ് ആണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിൽ അങ്ങനെ ചെറുതായിട്ട് ലേബൽ ചെയ്ത് വെക്കാം. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ കറണ്ട് റിയാലിറ്റി ഗ്ലാസ്സിൽ നിന്നും ഡിസൈർഡ് റിയാലിറ്റിയിലേക്ക്, അതായത് നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ എഴുതിയ ഗ്ലാസ്സിൽ നിന്നും ഭാവിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്കുള്ള ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുക. അത് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ നമ്മളുടെ ഡ്രീം ലൈഫ് ശരിക്കും യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് ഫീൽ ചെയ്ത് അതിനെ വിഷ്വലൈസ് ചെയ്ത് വേണം ചെയ്യാൻ. അതിൻ്റെ ചിത്രങ്ങളാവണം നമ്മളുടെ മനസ്സിൽ തെളിയേണ്ടത്. എന്നിട്ട് വളരെ സാവധാനത്തിൽ ഈ വെള്ളം എൻ്റെ സമൃദ്ധിയുടെ എനർജി ഉൾക്കൊള്ളുന്നു, ഞാനിന്ന് ഇത് കുടിക്കുന്നതിലൂടെ എൻ്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങൾ സത്യമായി മാറുന്നു, എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു നൽകിയതിന് പ്രപഞ്ചത്തിന് നന്ദി എന്ന് നമ്മളുടെ ഉള്ളിൽ നിന്നും ഫീൽ ചെയ്ത് നമ്മളുടെ ഹൃദയത്തിൽ തട്ടി എത്രത്തോളം ആത്മാർത്ഥമായി പറയാൻ പറ്റുമെങ്കിൽ അത്രത്തോളം ആത്മാർത്ഥമായി സാവധാനം പറയുക. അതിനുശേഷം പതിയെ ഈ വെള്ളം കുടിക്കാം. ഈ വാട്ടർ നിങ്ങളുടെ ഉള്ളിൽ ചെല്ലുകയും നിങ്ങളുടെ ശരീരത്തിലെ ഓരോ സെല്ലിലും നിങ്ങളുടെ ആഗ്രഹത്തെ ആവാഹിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ക്യാരി ചെയ്യുന്ന എനർജി, ആ ഒരു ശക്തി നിങ്ങളിലേക്ക് പകരുന്നതായി നിങ്ങൾക്ക് സങ്കല്പിക്കാം, നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. അതോടൊപ്പം താങ്ക് യു യൂണിവേഴ്സ്,
താങ്ക് യു വാട്ടർ, ആ ആഗ്രഹം ശരിക്കും നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് എത്രയും ഇമോഷണലായി, അത്രയും വിശ്വാസത്തോടെ നിങ്ങൾക്ക് മനസ്സർപ്പിച്ച് ഒരു പ്രാർത്ഥന പോലെ പറയാൻ പറ്റുമോ, അത്രയും വൈബ്രേഷനോടെ, അത്രയും സ്ട്രോങ് വൈബ്രേഷനിലൂടെ നമ്മൾക്ക് ഈ ഒരു മെസ്സേജ് യൂണിവേഴ്സിലേക്ക് പാസ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ലോ എനർജി ഷിഫ്റ്റായി നമ്മളുടെ ആഗ്രഹങ്ങളിലേക്കുള്ള അട്രാക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയായിട്ട് മാറും. പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ്, പുതിയ പുതിയ ആളുകൾ, പുതിയ സാധ്യതകൾ, സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ഡിസൈഡ് ലൈഫിലേക്ക് നയിക്കാനുള്ള എല്ലാ സാധ്യതകളും നമ്മളുടെ മുന്നിലേക്ക് തെളിഞ്ഞു തുടങ്ങും. അതുപോലെ ഒരു കാര്യം മറക്കരുത്, ട്രസ്റ്റ് ദ പ്രോസസ്സ്. ആ പ്രോസസ്സിൽ വിശ്വസിക്കുക, അതിൻ്റെ സമയത്തിലും വിശ്വസിക്കുക. നമ്മളായിട്ട് ധൃതിപ്പെടുക ഇത് നമ്മളുടെ ആഗ്രഹങ്ങളെ, വഴികളെ ബ്ലോക്ക് ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും യൂണിവേഴ്സിൻ്റെ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുക, ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിക്കുക. പോസിറ്റീവായി തന്നെ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. 7 ദിവസം ഇത് നിങ്ങൾക്ക് മിനിമം ചെയ്യാം. ഒരു ഡെയിലി റൊട്ടീനായിട്ട്, ഡെയിലി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കായിട്ടും യൂസ് ചെയ്യാം. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വർക്കാവുന്നുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെയും എന്നെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അതോടൊപ്പം ഇതുപോലുള്ള പോസിറ്റീവ് കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ മറ്റൊരു പുതിയ നല്ലൊരു കണ്ടന്റുമായിട്ട് കാണുന്നതുവരേക്കും എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. ബൈ.